ഇപ്പോൾ പറഞ്ഞ പൈത്തൺ ഒരു ടെക്നോളജിയാണ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പൈത്തൺ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ 7 പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ 7 പ്രോജക്റ്റിൽ ഒന്നിലും പൈത്തൺ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ പൈത്തൺ പഠിച്ചാൽ ജോലി കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം പൈത്തൺ മാത്രമായിട്ടൊരു പൊസിഷൻ ഇല്ല. നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പൈത്തൺ വരുന്ന സാഹചര്യം മെഷീൻ ലേണിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ലേക്ക്, ഡേറ്റ വെയർഹൗസ്, ഡേറ്റ അനാലിസിസ് അങ്ങനെയുള്ള പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഞാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രോജക്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ ക്യൂബർനെറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്യൂബർനെറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ബിൽഡിങ് പ്ലാറ്റ്ഫോം ഒരു ഫൗണ്ടേഷൻ്റെ പുറകിലാണ് നിൽക്കുന്നത് അല്ലേ. ഫൗണ്ടേഷൻ്റെ പുറകിൽ ഒരുപാട് റൂമുകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വൺ ഓഫ് ദി അപ്പാർട്ട്മെൻറ്റ് അല്ലേ. അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടെനൻസ് ഉണ്ട് എന്നതുപോലെ ഈ റൂം ഒരാളെടുത്താൽ, ഞാൻ മാത്രം എടുത്താൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മുഴുവൻ മെയിൻ്റനൻസ് നോക്കണം, ഇലക്ട്രിസിറ്റി, വാട്ടർ എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ്. അപ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റി മോഡൽസിനെ കുറിച്ച് നോക്കണം. അപ്പം നമ്മൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി മോഡൽ, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇപ്പം നമുക്കിവിടെ ബോൾ ഡ്രൈവ് ഉണ്ട്. നമ്മൾക്ക് കാറില്ല എങ്കിൽ നമുക്ക് BMW ഓടിക്കാം, ഔഡി ഓടിക്കാം, ടെസ്ല ഓടിക്കാം, എല്ലാം ഓടിക്കാം. നമ്മൾ ഓടിക്കുന്ന സമയത്തിന് മാത്രം പൈസ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ. പക്ഷേ ഞാനായിരിക്കും ഡ്രൈവർ, എനിക്ക് ഡ്രൈവർ എടുക്കാൻ പറ്റില്ല. അപ്പം വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വില കൂടിയ വണ്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല. അങ്ങനെയാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസാണ്. പക്ഷേ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എങ്കിൽ നിങ്ങൾക്ക് ടാക്സി വിളിക്കാം. വണ്ടിയും കൊണ്ടുവരും, കാറിൻ്റെ ഡ്രൈവറും നിങ്ങൾക്ക് വരും, നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക് സീറ്റ് കയറിയിരിക്കാം, പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ വണ്ടി ഓടിക്കേണ്ട, റെസ്പോൺസിബിലിറ്റി പിന്നെ കുറഞ്ഞു. പിന്നത്തെ ഒരു മോഡലാണ് നിങ്ങൾക്ക് വണ്ടികൾ ആൾക്കാർക്ക് കൊടുക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, വണ്ടി ഉണ്ടാക്കാൻ തുടങ്ങും, മാനുഫാക്ചറിങ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ കൂടുതലെന്ന് വെച്ചാൽ നിങ്ങൾ റോ മെറ്റീരിയൽസ് നോക്കണം, എംപ്ലോയീസ് നോക്കണം, റിസോഴ്സസ് മുഴുവൻ നോക്കണം, പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ്, സെയിൽസ് അതെല്ലാം നോക്കണം. അപ്പോൾ തലപ്രാന്ത് കൂടുക എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി കൂടി. അപ്പോൾ അതിന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പം അതിൻ്റെ ചിലപ്പം വേണമെങ്കിൽ പ്ലാന്റ് ഉണ്ടാക്കുന്ന ചിലപ്പോൾ വേറെ ആൾ. ഇപ്പോൾ നാസയുടെ പ്ലാറ്റ്ഫോമിലൂടെയാണ് സ്പേസ് എക്സ് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നാസ കൊടുക്കുന്ന പ്ലാറ്റ്ഫോമിലൂടെ അയാൾ ഉണ്ടാക്കിയ സാധനം കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്യാണ്. അപ്പം പ്ലാറ്റ്ഫോമിൻ്റെ അയാൾക്ക് ഉത്തരവാദിത്തമില്ല. പ്ലാറ്റ്ഫോം അയാൾക്ക് റോക്കറ്റ് വിടണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള അതിനകത്തുള്ള വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി അതൊക്കെ നാസയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ജോലി വളരെ കുറവാണ് ഇങ്ങനെയുള്ള മോഡൽസിലൊക്കെ.